അക്കൗണ്ടിംഗ് എക്സ്പേർട്സ് ടാലിയിൽ വളരെ കൃത്യതയോടും വേഗത്തിലും വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ? എങ്ങനെയാണ് അവർക്ക് അതിന് സാധിക്കുന്നത്? കീബോർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ടാലിയിൽ വളരെ വേഗത്തിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കുന്നതാണ്. അത് എങ്ങനെയെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിലേക്ക് പോകാവുന്നതാണ്. വെൽക്കം ടു RNG എക്സ്പേർട്സ്. ടാലിയിൽ എങ്ങനെ നമുക്ക് കീബോർഡ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു കമ്പനിയോട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കമ്പനി എന്നുള്ള മെനുവിൽ ആൾട്ടർ എന്നുള്ള ഒരു ഫീൽഡ്, ഇപ്പൊ കമ്പനി നെയിം എന്നുള്ളത് ഒരു ഫീൽഡാണ്, മെയിലിംഗ് നെയിം എന്ന് പറയുന്ന വേറെ ഫീൽഡാണ്, അഡ്രസ് എന്നുള്ള വേറെ ഫീൽഡാണ്. ഈ ഓരോ ഫീൽഡുകളിലേക്കും എങ്ങനെ ജമ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. കമ്പനിയുടെ മെയിലിംഗ് നെയിമിലേക്ക് പോകാനായിട്ട് നമ്മൾ നോർമലി സാധാരണ വിൻഡോസ് ആൻഡ് എക്സൽ എല്ലാം ടാബ് കീ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് പകരമായിട്ട് ടാലിയിൽ യൂസ് ചെയ്യുന്നത് എൻ്റർ എന്നുള്ള കീ ആണ്. എൻ്റർ എന്നുള്ള കീ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഫീൽഡ് ഏതാണോ ആ ഫീൽഡിലേക്ക് പോയി വീണ്ടും എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഫീൽഡിലേക്ക് പോകും. നമുക്ക് നേരെ പുറകിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, തൊട്ട് മുന്നത്തെ ഫീൽഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ബാക്ക് സ്പേസ് എന്നുള്ള ഒരു കീ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ബാക്ക് സ്പേസ് കീ അടിച്ചുകൊണ്ട് തൊട്ട് മുന്നത്തെ ഫീൽഡിലേക്ക് വരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു പേജിൽ നിന്ന് പുറത്തേക്ക് കിടക്കണമെങ്കിൽ, പേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ കമ്പനിയിലെ ആൾട്രേഷൻ പേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പേജിൽ നിന്ന് പുറകിലേക്ക് പോകണം, നമുക്കിവിടെ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട, സേവ് ചെയ്യാതെ പുറകിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എസ്കേപ്പ് എന്നുള്ള ബട്ടണാണ് യൂസ് ചെയ്യേണ്ടത്. എസ്കേപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിറ്റ് യെസ് നോ എന്നുള്ള വരും. അവിടെ വൈ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ എന്നുള്ള കീ അടിച്ചാൽ യെസ്സും എൻ എന്നുള്ള കീ അടിച്ചു കഴിഞ്ഞാൽ ഓ ആണ്, അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ എസ്കേപ്പ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു കീ കോമ്പിനേഷൻ ആണ് എൻ്റർ, ബാക്ക് സ്പേസ് ആൻഡ് എസ്കേപ്പ്. എൻ്റർ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ഫീൽഡിലേക്ക് പോകാൻ പറ്റും. എസ്കേപ്പ് അടിച്ചുകൊണ്ട് നമുക്ക് നേരെ പുറകിലേക്ക് വരാൻ പറ്റും. ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ ഫീൽഡ് ഏതാണോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനി മെയിലിംഗ് നെയിമിൽ നിന്ന് കമ്പനി നെയിമിലേക്ക് പോകാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൂടി എടുക്കാം. കമ്പനി എന്നുള്ളതിൽ ആൾട്ടർ എടുക്കും. അപ്പം മെയിലിംഗ് നെയിമിൽ നിന്ന് തൊട്ട് മുന്നത്തെ ഫീൽഡിലേക്ക് വരാനായിട്ട് ബാക്ക് സ്പേസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ സെയിം തന്നെയാണ് നമ്മൾ ബാക്കി ലെഡ്ജർ ക്രിയേഷൻ, മാസ്റ്റർ ക്രിയേഷൻ, വൗച്ചർ ക്രിയേഷൻ ഇവിടെ എല്ലാം യൂസ് ചെയ്യേണ്ടത്. അടുത്തായി നമുക്ക് മെന്യൂസിലേക്ക് എങ്ങനെ പോകാം. ക്രിയേറ്റ് ചെയ്ത കമ്പനി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം കിട്ടുന്നതാണ് ഗേറ്റ് വേ ഓഫ് ടാലി. ഈ മെനു എങ്ങനെ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാം. കീബോർഡിൽ നിങ്ങൾക്ക് ആരോ കീസ് കാണാം. അപ്പ് ആരോ ആൻഡ് ഡൗൺ ആരോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെന്യൂസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ക്രിയേറ്റ് എന്നുള്ള അവിടെ ഒരു ഓറഞ്ച് കളറിൽ സെലക്ഷൻ വന്നിട്ടുണ്ട്. ആ മെനുവിൽ നിന്നുകൊണ്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് എന്നുള്ള മെനുവിലേക്ക് പോകും. അപ്പൊ അപ്പ് ഡൗൺ ആരോ ഉപയോഗിച്ച് നമുക്ക് ഏത് മെനു ആണ് സെലക്ട് ചെയ്യേണ്ടത് ആ മെനുവിനെ സെലക്ട് ചെയ്ത് എൻ്റർ കീ അടിച്ചു കഴിഞ്ഞാൽ ആ മെനുവിനകത്തേക്ക് നമ്മൾ പോകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ മെനു ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം, ആ മെനുവിൽ ഒരു ലെറ്റർ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇപ്പൊ ക്രിയേറ്റ് എന്നുള്ള മെനുവിൽ നോക്കി കഴിഞ്ഞാൽ C ഹൈലൈറ്റഡ് ആയി കിടക്കുന്നുണ്ട്. ആൾട്ടർ എന്നുള്ളതിന് A ഹൈലൈറ്റഡ് ആണ്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിന് H ഹൈലൈറ്റഡ് ആണ്. ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ ആ ലെറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾ ആ പർട്ടിക്കുലർ മെനുവിനകത്തേക്ക് പോകും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള മെനുവിൽ പോകാനായിട്ട് എനിക്ക് പ്രസ് ചെയ്യേണ്ട H എന്നുള്ള കീ ആണ്. അപ്പൊ ഞാൻ കീബോർഡിൽ H പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള മെനുവിൽ പോകും. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എന്നുള്ളതിലേക്ക് പോകണമെങ്കിൽ അവിടെ കാണുന്നത് D ആണ്. D പ്രസ് ചെയ്താൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ്. അഗൈൻ അതുപോലെ നിങ്ങൾക്ക് ടോപ്പിലും റൈറ്റ് സൈഡിലും കുറെ ബട്ടൺസും മെനുസും കാണാം. ടോപ്പിൽ ഡ്രോപ്പ് ഡൗൺ മെനുസ് ഉണ്ട്. ഇപ്പൊ കമ്പനി എന്നുള്ള മെനു ഞാനിവിടെ ക്ലിക്ക് ചെയ്ത കമ്പനി എന്നുള്ള മെനുവും അതിന്റെ സബ് മെനുവിന്റെ അകത്തേക്ക് എല്ലാം പോകുന്നത്. മൗസ് ഉപയോഗിക്കാതെ നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺ മെനുസും അതേപോലെ ബട്ടൺസും അങ്ങനെ യൂസ് ചെയ്യാം. വല്ല കീന്റെയും കൂടെ തന്നെ നിങ്ങൾക്ക് അവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഷോർട്ട് കട്ട് കീ എഴുതിയുള്ള കാണാം. അപ്പൊ കമ്പനി എന്നുള്ളതിന് K എന്ന് എഴുതിയിട്ടുണ്ട്, ഡാറ്റ Y എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വൗച്ചേഴ്സിനകത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗൈൻ കൂടുതൽ ബട്ടൺസ് റൈറ്റ് സൈഡിൽ കാണാം. അപ്പോൾ മുകളിൽ കാണുന്നതിന് നമുക്ക് മെനുസ് എന്ന്, റൈറ്റ് സൈഡിൽ കാണുന്നതിന് ബട്ടൺ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഓരോ മെനുവും എങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ കമ്പനി എന്നുള്ള മെനുവിലേക്ക് എനിക്ക് കീബോർഡ് ഉപയോഗിച്ച് പോകണം, മൗസ് ഉപയോഗിക്കാതെ കീബോർഡ് ഉപയോഗിച്ച് പോകണമെന്നുണ്ടെങ്കിൽ K എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകേണ്ടതാണ്. പക്ഷേ ചില മെനുസിൽ നിങ്ങൾക്ക് ഒരു അണ്ടർലൈൻ കാണാൻ പറ്റും ഷോർട്ട് കട്ടിന്റെ കൂടെ. അതുപോലെ ചില ഇതിൽ ഡബിൾ അണ്ടർലൈൻ ആയിരിക്കും ഉണ്ടാവുക, ചില ഇത് അണ്ടർലൈൻ ഇല്ലാതാണ്. അപ്പോൾ F1 ഹെൽപ്പ് എന്നുള്ള കണ്ടോ, അവിടെ അണ്ടർലൈൻ വന്നിട്ടില്ല. അപ്പോൾ എന്താ സിംഗിൾ അണ്ടർലൈനും ഡബിൾ അണ്ടർലൈനും ഒക്കെ വരുന്ന മീനിങ്. നിങ്ങളുടെ കീബോർഡിൽ നിങ്ങൾക്ക് കൺട്രോൾ കീയും അതേപോലെ തന്നെ ആൾട്ട് എന്നുള്ള കീയും കാണാൻ പറ്റും. കമ്പനി എന്നുള്ള മെനുവിലേക്ക് പോകാനായിട്ട് K എന്നുള്ളതിന്റെ കൂടെ സിംഗിൾ അണ്ടർലൈൻ ഉണ്ട്. അത് മീൻ ചെയ്യുന്നത് ആൾട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ആ കീ പ്രസ് ചെയ്യാണ് വേണ്ടത്. ആൾട്ട് K. അപ്പൊ ഞാൻ ആൾട്ട് K പ്രസ് ചെയ്തപ്പോൾ എന്തായി, ആ മെനു ഡ്രോപ്പ് ഡൗൺ ആയി പോയി. അവിടെ നിന്ന് പിന്നെ ഏതാണോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ലെറ്റർ എനിക്ക് വേണ്ടത് സെലക്ട് കമ്പനിയാണ്. S പ്രസ് ചെയ്യുകയാണെങ്കിൽ സെലക്ട് കമ്പനി നിലയിലേക്ക് പോകും. അഗൈൻ ഞാൻ എസ്കേപ്പ് ചെയ്തു. ആൾട്ട് K കമ്പനിയിൽ എനിക്ക് അടുത്തായിട്ട് പോകേണ്ടത് ആൾട്ടർ എന്നുള്ള മെനു ആണ്.
എ ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ലെറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഹെൽപ്പ് എന്നുള്ള മെനുവിലേക്ക് എനിക്ക് പോകണം. ഹെൽപ്പ് എന്നുള്ള മെനു പോകാനായിട്ട് ജസ്റ്റ് F1 പ്രസ് ചെയ്താൽ മതി, കാരണം അവിടെ ആൾട്ടോ കൺട്രോളോ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രോപ്പ് ഡൗൺ മെനുവിന് പുറമെ റൈറ്റ് സൈഡിലും താഴേക്ക് നിങ്ങൾക്ക് ബട്ടൺസ് കാണാൻ പറ്റും. ആ ബട്ടൺസിലൂടെ എങ്ങനെ പോകുന്ന കൂടെ നോക്കാം. ഞാൻ വൗച്ചർ എന്നുള്ള മെനുവിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വൗച്ചറിലേക്കും നാവിഗേറ്റ് ചെയ്യുന്ന ബട്ടൺസ് ആയിരിക്കും നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പൊ ഡേറ്റ് F2 എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ കമ്പനി F3 കാണുന്നുണ്ട്. F4 എന്നുള്ളത് കോൺട്രാ വൗച്ചർ, F5 പേയ്മെന്റ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ F2 എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടിൽ അപ്പം ഡേറ്റ് സെലക്ഷൻ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കീന്റെ കൂടെ തന്നെ ചില കീകൾക്ക് റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ഏരോ കാണാം. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സെയിം കീ ആൾട്ടും കൺട്രോളും വെച്ചുള്ള ഫംഗ്ഷനും കൂടെ കാണിക്കും. ഇവിടെ F2 പകരം ആൾട്ട് F2 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീരീഡ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മളുടെ കമ്പനിയുടെ പീരീഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ആൾട്ട് F2 പ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സെയിം കീയിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ചെറിയ ഏറോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. F3 എന്നുള്ള എടുത്ത് കഴിഞ്ഞാണ്ടില്ലേ, F3 കമ്പനി, ആൾട്ട് F3 സെലക്ട് കമ്പനി, കൺട്രോൾ F3 ഷട്ട് കമ്പനി. ഇവിടെ ഒന്നുകൊണ്ട് ഈ കമ്പനിനെ ഷട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ F3 എന്നുള്ള കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കമ്പനി നാവിഗേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചതായി എത്ര ടൈപ്പ് ഓഫ് കമ്പനീസ് ടാലിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. നോർമലി നമുക്ക് അക്കൗണ്ട്സ് ഓൺലി കമ്പനീസ് ഉണ്ട്, അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി കമ്പനി ഉണ്ട്. അക്കൗണ്ടിങ് മാത്രം ചെയ്യാനായിട്ടുള്ള ഒരു കമ്പനിയാണെങ്കിൽ അക്കൗണ്ട്സ് ഓൺലി എന്നുള്ള ഓപ്ഷൻ ടാലി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞാൽ അവിടെ ഇൻവെന്ററി ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല. നമ്മളുടെ സെയിൽസ് റെക്കോർഡ് ചെയ്യാം, പർച്ചേസ് റെക്കോർഡ് ചെയ്യാം. അതിനനുസരിച്ച് അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും നിങ്ങൾക്ക് ടാലിയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അക്കൗണ്ട്സ് ഓൺലി എന്നുള്ള ഒരു ഫംഗ്ഷൻ. അതേപോലെ തന്നെ ഇൻവെന്ററി ഉണ്ട്. ഇൻവെന്ററി ഓൺലി കമ്പനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻവെന്ററി റിപ്പോർട്ടുകൾ മാത്രം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള കമ്പനിയാണ് ഇൻവെന്ററി ഓൺലി കമ്പനി. അടുത്തത് അക്കൗണ്ട്സും ഇൻവെന്ററിയും ഒരുപോലെ വരുന്ന കമ്പനി. സാധാരണ ഒരു ട്രേഡിംഗ് കമ്പനിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ ബൈ ചെയ്യുന്നുണ്ട്, സെല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മാനുഫാക്ചറിംഗ് കമ്പനി ആണെങ്കിൽ റോ മെറ്റീരിയൽ ബൈ ചെയ്യുന്നുണ്ട്, മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ്ങും ഇൻവെന്ററി ട്രാൻസാക്ഷൻ വരും. അതുപോലെ തന്നെ അക്കൗണ്ട്സും ഇൻവെന്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരം കമ്പനികളാണ് നമുക്ക് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി എന്ന് പറയുന്നത്. അടുത്തായിട്ട് ഇന്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി എന്നുള്ള ഒരു ഫംഗ്ഷനാലിറ്റി ടാലിയിലുണ്ട്. ഈ ഇൻവെന്ററിയുടെ വാല്യൂ ഡയറക്ട്ലി അക്കൗണ്ട്സിലേക്ക് അഫക്ട് ചെയ്യണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ ആ ഒരു ഫംഗ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ടാണ്. ഇൻവെന്ററി വാല്യൂ അക്കൗണ്ട്സിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിംഗ് റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ ട്രയൽ ബാലൻസിൽ, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയുള്ള അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകളിൽ ഇൻവെന്ററിന്റെ വാല്യൂ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാത്ത കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻവെന്ററി ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ ലെജർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലെജറിൽ പീരിയഡിക്കലി നമ്മൾ ആ ഇൻവെന്ററിയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഇൻ കേസ് ഇൻവെന്ററി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കമ്പനികളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ വരുന്ന കേസുകളിലാണ് നമ്മൾ ഈ ഇൻവെന്ററി അക്കൗണ്ട്സ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാത്തത്. അപ്പൊ അങ്ങനെയുള്ള കമ്പനീസിൽ നോർമൽ ചെയ്യുന്നത് ഇയർ എൻഡിങ്ങിലോ അല്ലെങ്കിൽ ക്വാർട്ടറിലൊക്കെ ഒരു സ്റ്റോക്ക് ടേക്കിംഗ് എടുത്തിട്ട് അതിന്റെ വാല്യൂ മാനുവലി കണക്കാക്കിക്കൊണ്ട് അതിൽ അതിന്റെ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ലെജർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എവിടെ ഇതെല്ലാം ടാലിയിൽ സെറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. ടാലി നിങ്ങളുടെ ഡാറ്റ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ F11 പ്രസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സ്ക്രീൻ. കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്പനി ക്രിയേഷൻ സേവ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നതാണ്. ഇവിടെയാണ് അതിനുള്ള ഫംഗ്ഷനാലിറ്റികൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. മെയിൻ ഹെഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അക്കൗണ്ടിങ് രണ്ടാമത്തെ ഒരു മെയിൻ ഹെഡ് കാണാൻ പറ്റും. ഇൻവെന്ററി. ഈ അക്കൗണ്ടിങ് എന്നുള്ളതിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ കമ്പനിയിൽ അക്കൗണ്ട്സ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത് വരുന്ന ഇൻവെന്ററിന്റെ അകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇൻവെന്ററി യെസ് ആണെങ്കിൽ അവിടെ ഇൻവെന്ററി റിലേറ്റഡ് ആയുള്ള മെനുസ് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഐറ്റം ക്രിയേഷൻ, ഐറ്റത്തിന്റെ യൂണിറ്റ് ക്രിയേഷൻ, ഇൻവെന്ററി റിപ്പോർട്ടുകളെല്ലാം വരുന്നത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഇൻവെന്ററിയിൽ രണ്ടാമത്തെ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾ കണ്ടുള്ളത് ഇന്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി. ഈ ഫംഗ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഇൻവെന്ററിയുടെ വാല്യൂ അക്കൗണ്ട് റിപ്പോർട്ടിലേക്ക് എടുക്കുള്ളൂ. അല്ലാത്ത കേസിൽ നേരത്തെ പറഞ്ഞ പോലെ ലെജർ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്നുള്ള ലെജർ അണ്ടർ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്നുള്ള ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ട് വാല്യൂ മാനുവലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പീരിയഡിക്കലി നമ്മൾ മാനുവൽ സ്റ്റോക്ക് എടുക്കുന്നതിനനുസൃതമായിട്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് കമ്പനീസ് എങ്ങനെ ടാലിയിൽ നാവിഗേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ കൂടുതൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ, അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു.